വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നാൽ ഒരു കപ്പ് ചായ ആയിട്ട് ഇങ്ങനെ ചിന്തിച്ചിരിക്കും. അരമണിക്കൂറെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതാണ് കേട്ടോ എൻ്റെ ഒരു സ്വഭാവം. എന്താണ് ഈ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ അറിയത്തില്ല, ഒരു ഐഡിയ ഇല്ല, ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും ചിന്തിച്ച് കൂട്ടുന്നത്. എന്തായാലും ചിന്തപ്പാടൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് മീനൊക്കെ ആയിട്ടാണ് കയറി വന്നത്. അപ്പം മീൻ കറി ഉണ്ടാക്കണം, മീൻ വറുക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാൻ നിന്നില്ല, ഞാൻ ആദ്യം തന്നെ കുക്കിങ്ങിലോട്ട് കടന്നു കേട്ടോ. ഈ മീനിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഞങ്ങൾ കോക്കാച്ചാള എന്നാണ് പറയുന്നത്. എന്താ അങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മാമ അമ്മച്ചി ആൻറ്റിയൊക്കെ അങ്ങനെ വിളിക്കുന്നു, അതുകൊണ്ട് ഞാനും അങ്ങനെ വിളിക്കുന്നു. കോക്കാച്ചാള വറുക്കണം, പിന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കൂട്ടം മീനെടുത്ത് കറി വെക്കണം. അപ്പം ഞാൻ ഈ വെട്ടുന്ന മീനില്ലേ, ഇനി അങ്ങനെ പറയാം കേട്ടോ. ഇനി കോക്കാച്ചാളയെന്നൊക്കെ പറഞ്ഞ് ഞാൻ വല്ല എയറിലും ആയാലോ, വേണ്ട. എന്തായാലും ഈ മീനില്ലേ, ഇത് വെട്ടിത്തേച്ച് കഴുകാനൊന്നും ഒരു പാടുമില്ല കേട്ടോ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന് അരപ്പ് തേക്കുന്ന കാര്യം മാത്രമാണ് ഇച്ചിരി പ്രയാസം. ഏതാണ്ട് ചേമ്പിലപ്പുറത്ത് വെള്ളമൊഴിച്ചതുപോലെയാണ്, ഒന്നും അതിൻ്റെ പുറത്തോട്ട് ഏക്കത്തില്ല. ചാള എല്ലാം മത്തിക്കൊക്കെ വരയുന്നത് പോലെയാണ് ഞാനിപ്പോൾ ഈ കോക്കാച്ചാള വരഞ്ഞേക്കുന്നത്. പക്ഷേ ഇത്രയൊന്നും വരയിടേണ്ട കാര്യമില്ല കേട്ടോ, 2 3 അതിൽ കൂടുതൽ ഇടേണ്ട കാര്യമില്ല. കാരണം ഇത് മാംസം പൊടിഞ്ഞു പോകുന്ന ഒരു മീനാണ്. എനിക്ക് പണ്ട് മുതൽ ഏത് മീൻ വറുക്കാനാണെങ്കിലും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും അത്രയും മതി കേട്ടോ. കൂടുതൽ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്നും ഞാൻ ചെയ്യാറുമില്ല, ചേർക്കാറുമില്ല. വറുക്കാനുള്ള മീനെല്ലാം ഞാൻ അരപ്പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി കറി വെക്കാനുള്ള മീനാണ് ഈ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ പീസ് ചെയ്ത് കൊണ്ടുവന്ന മീനാണ്. ഈ മീനിന്റെ പേരെന്താണെന്ന് കടയിൽ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് രോഹ്. എനിക്കെന്തോ ഈ മീനിന്റെ പേര് പറഞ്ഞപ്പോൾ ഷാറുഖ് ഖാനാണ് കേട്ടോ ഓർമ്മ വന്നത്. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പണ്ടപ്പോഴേ ഏതൊരു ചാനലിൽ പറഞ്ഞത് കേട്ടതാണ്. ഷാറുഖ് ഖാന്റെ പഴയകാല സിനിമകളിലെ ഒട്ടുമിക്ക ക്യാരക്ടറിന്റെ പേര് രോഹിത് എന്നായിരുന്നു. അതുകൊണ്ടായിരിക്കാം രോഹ് എന്ന് പറഞ്ഞപ്പോൾ രോഹിത് എന്ന് ഓർമ്മ വന്നത്. രോഹിത് എന്ന് ഓർത്തതുകൊണ്ടാകാം ഷാറുഖ് ഖാനെ ഓർത്തത്. അതിന് ഷാറുഖ് ഖാൻ ഓർത്തത് കൊണ്ടാണ് രോഹിത് എന്ന്. എന്തായാലും ഒരു മീനിന്റെ പേര് പറഞ്ഞപ്പോൾ ഇത്രയൊക്കെ ചിന്തിച്ചു കൂട്ടി. നിങ്ങൾ എന്നെപ്പോലെ ഇതുപോലെ ചിന്താശേഷിയുള്ളവരാണ്, താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇതിനിടയ്ക്ക് ഇവിടെ മൂന്നാമത്തെ ഒരു കൂട്ടം മീൻ കൂടെ കാണിച്ചായിരുന്നു. വെട്ടിത്തേച്ച് കഴുകി വൃത്തിയാക്കാനുള്ള പാങ്ങ് എനിക്കില്ലാഞ്ഞതുകൊണ്ട് ഞാൻ നേരെ എടുത്ത് ഫ്രീസറിൽ വെച്ചു കേട്ടോ. മീനിന്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനത് ചോദിച്ചത്. എന്തായാലും 1 കിലോ 100 രൂപ, അത്രമാത്രം അറിയാം. 2 ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇതിനിടയ്ക്ക് കൂടി ഞാൻ മീൻകറിക്കുള്ള അരപ്പൊക്കെ അരച്ചായിരുന്നു കേട്ടോ. ചെറിയ അരമുറി തേങ്ങ തിരിങ്ങിയതും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതാണ് കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തു. മീൻകറിയാണല്ലോ, അപ്പം നമുക്ക് മൺചട്ടി ചൂടാക്കിയതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉലുവ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ 2 തക്കാളി അരിഞ്ഞതും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇവിടെ പാല് കാച്ച് അവിടെ കല്യാണം എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഒരിടത്ത് മീൻ വറുക്കുന്നു, ഒരിടത്ത് മീൻ കറി വെക്കുന്നു. ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ മിക്ക വീടുകളിലെ അടുക്കളയുടെ അവസ്ഥ. വര കുറച്ച് കൂടുതലിട്ടുകൊണ്ട് തിരിച്ചും മറിച്ച് ഇടുന്നത് വളരെ ശ്രദ്ധിച്ചാണ് കേട്ടോ. അല്ല ചിലപ്പോൾ പൊടിഞ്ഞു പോയാലോ എന്ന് കരുതിയിട്ട്. എന്നാലും തീ കൂട്ടി വെച്ചും കുറച്ച് വെച്ചും ഒക്കെ നന്നായിട്ട് മൊരിച്ചെടുക്കാൻ ഞാൻ നോക്കുന്നുണ്ട് നമ്മുടെ കോക്കാച്ചാള. ഇവിടെ മീൻ കറിയാണെന്നുണ്ടെങ്കിൽ അരപ്പൊക്കെ തിളച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന മീൻ പീസൊക്കെ ഇട്ട് കൊടുത്തു. ഇനി മൂടി വെച്ചൊന്ന് വേവിക്കാവേ. ചാറൊന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്പൂണോ അല്ലെങ്കിൽ തവിയോ ഒന്നും അധികം നമ്മൾ പ്രയോഗിക്കേണ്ട കേട്ടോ. കാര്യം മീൻ പീസ് എല്ലാം പൊടിഞ്ഞു പോകാനുള്ള സാധ്യത. മീൻ്റെ പീസയിലൊന്നും തൊട്ടില്ല എന്നുള്ള രീതിയിൽ വേണം കേട്ടോ സ്പൂണൊക്കെ ഒന്ന് എടുത്ത് പ്രയോഗിക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. വറ്റി വന്ന സമയത്ത് കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടെ തൂകി ഞാനിങ്ങനെ എടുത്തു കേട്ടോ. അടിപൊളി കറിയായിരുന്നു, പ്രതീക്ഷിച്ചതിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറിച്ചട്ടിയോടുകൂടെ തന്നെ ഡൈനിങ് ടേബിളിൽ ഞാൻ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. കാരണം എനിക്ക് പാത്രമൊന്നും അധികം കഴുകാൻ കഴിയത്തില്ല. ഉച്ചയ്ക്ക് കറിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഊണ് കഴിക്കാതിരുന്ന അത്താഴം കഴിക്കാമെന്നും പറഞ്ഞ് കാത്തിരുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്ന പാട് നിന്ന വിഷയത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇതൊക്കെയല്ലേ ഒരു രസം. ഇനി ഞാൻ പോയി ഫ്രഷ് ആവട്ടെ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.